പിണറായി വിജയൻ തന്നെ തങ്ങളുടെ നേതാവ് എന്ന് നാട്ടുകാർ തീരുമാനമെടുത്തു. നമുക്ക് ഈ ദിവസം സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ വാക്കുകൾ വെച്ചാണ് ഈ ദിവസത്തെ ചർച്ച ആരംഭിക്കേണ്ടത്. ആദ്യം അതിലേക്ക്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിജയം ഒരു സംശയവുമില്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ്. ഇതിൻ്റെ നേരവകാശികൾ കേരള ജനതയാണ്. കഴിഞ്ഞ 5 വർഷത്തെ സർക്കാരിനെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്ന നിലയാണുണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ തന്നെ തങ്ങളുടെ നേതാവ് എന്ന് നാട്ടുകാർ തീരുമാനമെടുത്തു. നല്ല അഭിമാനത്തോടെയും ഉറച്ച പിന്തുണയോടെയും 5 വർഷം കൂടെ ഭരിക്കൂ പിണറായി എന്ന് കേരളം അദ്ദേഹത്തോട് പറഞ്ഞു. ചരിത്രമാണ് അത്. ഒരു മുന്നണി പിന്നെയും വന്ന് ഭരിക്കുന്നത് ഇന്നാട്ടിൽ സാധാരണമായത് അല്ലല്ലോ. 99 സീറ്റുകളാണ് ഇടതുപക്ഷം നേടിയത്. അതും BJPയുടെ അക്കൗണ്ട് നല്ല ശക്തിയോടെ പോരാടി പൂട്ടിച്ചു കളഞ്ഞിട്ട്. പിണറായി വിജയന് വ്യക്തിപരമായി അവകാശപ്പെട്ട വിജയമാണ് ഇത് നിശ്ചയമായിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ അത് അദ്ദേഹത്തിന്റെയും മുന്നണിയുടെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. രാഷ്ട്രീയമായി ആലോചിച്ച് ആറ്റിക്കുറുക്കി തീരുമാനമെടുത്ത ജനം രാഷ്ട്രീയമായി നൽകിയ വിജയം. നേമത്തെ ശിവൻകുട്ടിയുടെ വിജയം, പാലക്കാട്ടെ ഇ ശ്രീധരന്റെ പരാജയം, പാലായിൽ ജോസ് കെ മാണി നിലം പറ്റിയത്, തൃപ്പൂണിത്തുറയിൽ M സ്വരാജ് തോറ്റുപോയത്, തൃത്താലയിൽ VT ബൽറാമിനുമേൽ MP രാജേഷ് നേടിയ വിജയം എന്നിങ്ങനെ പലതുണ്ട് ചർച്ച ചെയ്യാൻ മാത്രമുള്ളതായിട്ട്. നമുക്ക് അതിലേക്കാണ് കടക്കുന്നത്. ഇനിയുള്ള 2 മണിക്കൂർ നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ചേരും. ഇന്നത്തെ പകൽ മുഴുവൻ നീണ്ടുനിന്ന വോട്ടെണ്ണലിനൊടുവിൽ ഇപ്പോൾ അല്പസമയത്തിനകം നമ്മോടൊപ്പം 2 മണിക്കൂറിലെ ദീർഘമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇരിക്കുകയാണ്. പ്രത്യേകിച്ചും CPM-ന്റേതടക്കമുള്ള നേതാക്കൾ അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ഉള്ളതുണ്ട്. ആശങ്കയുടെ ഒരു ദിവസം കഴിഞ്ഞാണ് അമിതമായിട്ട് വേണമെങ്കിൽ സന്തോഷിക്കാവുന്ന മണിക്കൂറുകളിലേക്ക്, നിമിഷങ്ങളിലേക്ക്, തുടർ ദിവസങ്ങളിലേക്ക് അവരെത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവരിലേക്കാണ് പോകേണ്ടത്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് കിരൺ ബാബു എന്നോടൊപ്പം ഉണ്ട്. കിരൺ, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കണ്ട കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത അസാധാരണമായ അത്യത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഈ തുടർഭരണം എന്നത്. പ്രധാനമായിട്ടും എന്ത് കാരണങ്ങളായിരിക്കും അതിന് ഇടയാക്കിയിട്ടുണ്ടാവുക? സനീഷ്, എനിക്ക് പ്രധാനമായും തോന്നുന്നത് ഈ വിജയത്തിന്റെ ഒന്നാമത്തെ അവകാശി സനീഷ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ തന്നെയാണ്. മലയാളിയെ സംബന്ധിച്ച് വലിയൊരു പ്രത്യേകതയുണ്ട്. മലയാളികൾ ഇന്ത്യയിലെ മറ്റ് പ്രധാന സംസ്ഥാനങ്ങളെ പോലെയല്ല വലിയ ദുരന്തങ്ങളോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. സാമാന്യം അലസമായോ പോലും ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായിരുന്നു. കുറേ വർഷങ്ങളായി ഇത് തന്നെയായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കാലത്താണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വലിയ ഒരു ദുരന്തം നേരിടേണ്ടി വന്നത്. അന്ന് പോലും മലയാളിയെ സംബന്ധിച്ച് അങ്ങനെ ആ അടിയന്തരാവസ്ഥയുടെ ഒരു വലിയ ദുരന്തം ഏറ്റുവാങ്ങിയില്ലെന്ന് മാത്രമല്ല, ഒരു പരിധിവരെ അടിയന്തരാവസ്ഥയെ ഒരു വിഭാഗം ജനങ്ങൾ ആസ്വദിക്കുക പോലും ചെയ്ത ഒരു നാടായിരുന്നു. അവിടേക്കാണ് പെടുന്നനെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധി ദുരന്തങ്ങൾ വരുന്നത്. 2 പ്രളയം വന്നു, നിപ്പ വന്നു, ഓഖി വന്നു, അവസാനം കോവിഡ് വന്നു. ഈ ഘട്ടത്തിൽ മലയാളികൾ വല്ലാതെ പതറിപ്പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ദുരന്തത്തെ നേരിട്ടുള്ള ശീലമില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പറയും അച്ഛൻ എന്നുള്ളത് പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല. വീട്ടിൽ അച്ഛനുണ്ടെങ്കിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാം എന്ന് വീട്ടുകാർക്കൊരു തോന്നലുണ്ട്. അച്ഛൻ ഇനി വയ്യാതെ കിടക്കുന്ന ഒരാളാണെങ്കിൽ പോലും അങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായി ധൈര്യമായിരിക്കാം എന്ന് വീട്ടുകാർക്കൊരു തോന്നലുണ്ട്. അത്തരം ഒരു ദുരന്ത ഘട്ടത്തിൽ കേരളം നിൽക്കുമ്പോഴാണ് മലയാളിയോട് ഞങ്ങളിവിടെയുണ്ട്, ഒരു സർക്കാരുണ്ട്, ഈ സർക്കാരിനെ നയിക്കാൻ ഒരു മുഖ്യമന്ത്രിയുണ്ട്, നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്നൊരു ധൈര്യം ജനത്തിന് കൊടുത്തത്. അത് അസാധാരണമായ ധൈര്യമാണ്. ഇതുവരെ മലയാളിക്ക് അനുഭവപ്പെടാത്തൊരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ തരത്തിലേക്ക് ഒരു ധൈര്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ധൈര്യം കൊടുത്ത ആളോട് നമുക്ക് ആദരവിനപ്പുറത്തേക്ക് ഒരു സ്നേഹം കൂടി അതിനകത്ത് വരികയാണ്. അതാണ് നേരത്തെ പറഞ്ഞത് അച്ഛൻ എന്ന് പറയുന്നത്, വീട്ടിൽ അച്ഛൻ എന്ന് പറയുന്നത് ഒരാൾ ചിലപ്പോൾ തളർന്നു കിടക്കുന്ന അച്ഛനാണ്. ആ രൂപമായിട്ട് ആ തരത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ആളായിട്ട് പിണറായി വിജയന് മാറാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വലിയ സ്വാധീനം. ദുരന്തത്തിൽ എങ്ങും ഒരു സ്ഥലത്തും മലയാളി ഒറ്റയ്ക്കായില്ല. വലിയ പ്രളയം വന്നപ്പോൾ പോലും പറഞ്ഞത് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പിണറായി പറയുന്നത് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സാധാരണ ഞങ്ങൾ ചെയ്തു തരാം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിന് സർക്കാരുണ്ട്, സർക്കാർ ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറയുന്നത്. അതായത് 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ എങ്ങനെയും പാളിപ്പോകാമായിരുന്നു അത്. അതായത് കേരളം 100 വർഷത്തിനിടെ കാണാത്ത പലതും ഉണ്ടായി. ഒന്ന്, 1ാം പ്രളയം, 2ാം പ്രളയം, 3ാമത് ഈ കോവിഡ് മഹാമാരി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും
കണ്ടു പരിചയിച്ചിട്ടേ ഇല്ലാത്ത നമ്മുടെ ഉദ്യോഗസ്ഥർക്കും പരിചയമില്ല, ആർക്കും പരിചയമില്ലാത്തൊരു കാര്യം രാഷ്ട്രീയ നേതൃത്വം. ഒരുപക്ഷെ അത് പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ പിണറായി വിജയന്റെ വലിയ പരാജയത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു മുന്നണി ഭരിക്കുകയായിരുന്നുവെങ്കിൽ ആ മുന്നണിയുടെ കുറ്റങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പറയേണ്ടി വരിക. പക്ഷേ ഈ അസാധാരണമായുള്ള സാഹചര്യത്തെ അത്യധികമായുള്ള കരുത്തോടുകൂടി നേരിട്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ പിണറായി വിജയനെ സഹായിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടെ, അദ്ദേഹത്തിന്റെ സുഘടിതമായുള്ള രാഷ്ട്രീയ സംഘടനാ ശരീരം കൂടെ, രാഷ്ട്രീയ സംഘടന കൂടെ അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇതിന് പ്രാപ്തനാക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കൂടെ. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ളൊരു വിജയം അദ്ദേഹത്തിൻ്റെതായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും കൂടെ വിജയമാണ്. അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങളിൽ ഊന്നിയിട്ട് ജനം വോട്ട് ചെയ്താണെങ്കിൽ പോലും ആറ്റിക്കുറുക്കിയെടുത്തൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിജയം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തി രൂപപ്പെട്ടതിനകത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു നേതാവാണ്. പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴും ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിമർശനങ്ങൾ, പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ, അങ്ങനെ ഈ ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റ് അതിനെ എങ്ങനെ അതിജീവിക്കണം, അപ്പോഴെല്ലാം ഉറച്ച ഒരു നിലപാട് പിണറായി വിജയൻ എടുക്കുന്നു. ആ നിലപാടിന്റെ പേരിൽ ചിലപ്പോൾ ഒട്ടേറെ എതിർപ്പുകൾ നേരിടാം, വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ നഷ്ടങ്ങളുടെ പേരിലൊന്നും ആ നിലപാടുകൾ മാറ്റാൻ തയ്യാറാവാത്ത ഒരാളാണ്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അതിനു മുമ്പ് കണ്ട ജനപ്രിയ മുഖ്യമന്ത്രിമാർ പോലും അങ്ങനെ ആയിരുന്നില്ല. അവരെല്ലാവരും പൊതുവെ ജനത്തിന്റെ ഒരു പൊതുവികാരത്തിനൊപ്പം പലപ്പോഴും നിൽക്കുക, ആ വികാരത്തെ മാനിച്ചുകൊണ്ട് പോകാന്നില്ല. പക്ഷെ അതല്ല, ശരി എന്നൊരു നിലപാടെടുത്താൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് മുൻപ്. ശബരിമല വളരെ പ്രകടമായിട്ടുള്ള വലിയ ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതായത് ജനം മുഴുവൻ ഇങ്ങനെയാണ് പറയുന്നത്, ശബരിമല വിഷയത്തിൽ മറ്റൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് പ്രതിപക്ഷവും മറ്റെല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ശരിയൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അതിന്മേൽ പോലും വോട്ട് വീണു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ താങ്കളിലേക്ക് വരാം കിരൺ, നമുക്കൊന്ന് അതിഥികളിലേക്ക് കൂടെ പോകാം. നമുക്കിപ്പോൾ ആദ്യം അതിഥിയായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ പി സി തോമസ് ആണ്, കേരള കോൺഗ്രസ് നേതാവ്. ശ്രീ പി സി തോമസ്, താങ്കളോട് ചോദിച്ച് ഈ ചർച്ച തുടങ്ങാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒന്ന്, ഇന്ന് പരാജയപ്പെട്ട രണ്ട് മുന്നണികളുടെയും ഭാഗമായിട്ട് താങ്കൾ ചുരുങ്ങിയ കാലത്തിനകത്ത് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ UDF-ന്റെ ഭാഗമാണ്, നേരത്തെ NDA-യുടെ ഭാഗമാണ്. നല്ല അടിയേറ്റ് താഴെ കിടക്കുന്ന രണ്ട് മുന്നണികളുടെ നേതൃസ്ഥാനം ഒരു 1-2 മാസത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇരുന്നയാളാണ് താങ്കൾ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്ര വലിയ വിജയം ഉണ്ടാക്കിയത്? പിണറായി വിജയന്റെ വിജയം തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. ജനങ്ങളുടെ വോട്ട് കൂടുതൽ കിട്ടാനായിട്ട് പല രീതിയിൽ ഉള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. മുന്നണിക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്, അത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടുന്ന മുന്നണി വെച്ച ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകൾ, അവയൊക്കെ പ്രസക്തമാവുകയാണ്. ഞങ്ങളിവയൊക്കെ സംബന്ധിച്ച് ഒരു പൊതു തീരുമാനത്തിൽ എത്തണമെങ്കിൽ കുറെ കൂടി പരിശോധിച്ച് കാര്യങ്ങളിൽ ആഴ്ന്ന് ഇറങ്ങി പരിശോധിച്ച് കഴിഞ്ഞേ പറ്റൂ. എങ്കിലും പ്രഥമ ദൃഷ്ട്യാ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവ. അവിടെ ശ്രീ പി സി തോമസ്, ഒരുപാട് ആഴത്തിൽ ആലോചിക്കാതെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളില്ലേ? ഉദാഹരണത്തിന് പിണറായി വിജയൻ നല്ല കാര്യങ്ങൾ ചെയ്തു, ഒരു മെച്ചപ്പെട്ട കാര്യവും ചെയ്യാതെ വെറുതെ ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു പ്രതിപക്ഷം. അതിപ്പോൾ BJP ആണെങ്കിലും UDF ആണെങ്കിലും ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വന്നു, ഒന്നിനു പിറകെ ഒന്നായിട്ട്. ആദ്യം കെ സുരേന്ദ്രൻ, പിന്നീട് രമേശ് ചെന്നിത്തല എന്ന മട്ടിൽ ഒരുപാട് വാർത്താ സമ്മേളനങ്ങൾ, ED-യുടെ ഇടപെടലുകൾ, ഇങ്ങനെ അനാവശ്യമായിട്ട് നാട്ടുകാർക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പ്രതിപക്ഷം, രണ്ട് മുന്നണികളും ആണ്ടിറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന്റെ വഴിയിലൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി. ഇത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ? കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയൊക്കെ അതിന് വേണോ? അല്ല, ഇത് ഇപ്പോൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അദ്ദേഹം ചെയ്തതിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. ഒരുപക്ഷെ എല്ലാ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടുണ്ടാവില്ല, എങ്കിലും അന്വേഷണങ്ങൾ പലതും പല വിധത്തിൽ പല സമയത്തായിട്ട് നിൽക്കുകയാണ്. പക്ഷെ വളരെ രൂക്ഷമായിട്ട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെ ബന്ധമുള്ള, ഒരുമിച്ച് പലപ്പോഴായിട്ട് വിദേശ രാജ്യങ്ങളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ള ഒരു വിദേശത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഒരു യുവതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അവസാനം തള്ളി പറയേണ്ടി വന്നുവെങ്കിലും അതൊക്കെ തിരിച്ചു വന്നല്ലോ. പലതും ശരിയാണ് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും, അതായത് BJP-യുടെ ഭാഗമായിട്ടിരുന്നിട്ട് പറഞ്ഞ കാര്യങ്ങളും UDF-ന്റെ ഭാഗമായിട്ടിരുന്ന് പറഞ്ഞ കാര്യങ്ങളും ജനം തരിമ്പും വിശ്വസിച്ചിട്ടില്ല എന്നവരല്ലേ തെളിവായിരിക്കുന്നത്. ഈ ദിവസം നമ്മൾ വീണ്ടും ഈ കഥകളൊക്കെ പറയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ?
അതാ ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തി, അല്ലെങ്കിൽ ജനങ്ങൾ എത്രമാത്രം ജനങ്ങളുടെ അടുത്ത് അത് എത്തി എന്നുള്ളത് ഒരു വശമാണ്. അതേക്കുറിച്ചാണ് പഠിക്കണമെന്ന് പറഞ്ഞത്. മറ്റേത് വസ്തുതയല്ലേ, വസ്തുത ഇല്ലാതാകുന്നില്ലല്ലോ. ആ വസ്തുതകളുണ്ട്. പക്ഷേ എന്നാൽ പിണറായി വിജയൻ ചെയ്തത് ഒരു വിധത്തിൽ ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നടന്നു എന്ന ആരോപണമുള്ളപ്പോഴും ജനങ്ങൾക്ക് നേരിട്ട് ഗുണങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അത് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രയോജനം ചെയ്തത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എൻ്റെ അറിവിൽ ആ കിറ്റ് വിതരണം അങ്ങ് നിർത്തി. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടം വരെ അത് നന്നായിട്ട് നടത്തി. പക്ഷെ അത് കഴിഞ്ഞ് നിർത്തിക്കണം. ശ്രീ പി സി തോമസ്, മടങ്ങി വരാം, താങ്കളിലേക്ക് മടങ്ങി വരാം. രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കേരളത്തിൽ ശരിക്കും ഈ വിജയം ആരുടേതാണ്? പിണറായി വിജയന്റെ തന്നെ വിജയമാണോ അതോ ഈ സർക്കാരിന്റെ വിജയമാണോ? ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? അല്ലെ, സർക്കാരിൻ്റെ ഭാഗമാണ് പിണറായി വിജയൻ, അഥവാ പിണറായി വിജയനാണ് സർക്കാരിൻ്റെ നായകൻ. അതുകൊണ്ട് ഇതിനെ തമ്മിൽ നമ്മൾ വേർതിരിച്ച് പറയേണ്ടതില്ല. തീർച്ചയായിട്ടും കൂട്ടായ ഒരു പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പേരാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി സ്ഥാനത്തിരിക്കും. അവർ ഈ കൊറോണ പടർന്നു പിടിക്കുന്ന സമയത്ത് വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തു. ഞാനും അതിനോട് യോജിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അവരുടെ സേവനത്തെ നമുക്ക് ആർക്കും കുറച്ച് പറയാൻ പറ്റും. പക്ഷേ ഈ സമയത്തൊന്നും നമ്മൾ ഈ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്ന മന്ത്രി തിലോത്തമനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ റോള് ചെറുതായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്ന കിറ്റ്, ഈ കിറ്റ് എവിടെ നിന്നാണ് വരുന്നത്? അത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതിൻ്റെ എന്തെങ്കിലും ക്രെഡിറ്റ് ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാനായിരിക്കും ഒരുപക്ഷെ ഇത് ആദ്യം പറയുന്നത്. ഞാൻ തന്നെ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, സഖാവിൻ്റെ പേര് ആരും പറയുന്നില്ലല്ലോ, പുള്ളി ഇങ്ങനെ മുകളിലേക്ക് വെക്കും. അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കാൻ സീറ്റ് പോലും കൊടുത്തില്ല പാർട്ടി. അപ്പോൾ ഇത്രയും നിസ്തുലമായ സേവനം ചെയ്ത ആൾ ഇപ്പോൾ ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുമ്പോൾ മാത്രമേ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കൂ. ഇങ്ങനൊരു മന്ത്രി ഉണ്ടായിരുന്നത് പോലും പലർക്കും അറിയും. അപ്പോൾ ഇതൊക്കെ കൂട്ടായ പ്രവർത്തനമാണ്, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പ്രവർത്തനമുണ്ട്. അല്ല, അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കിറ്റ് നൽകിയതിന്റെ ഭാഗമായിട്ടുള്ള വിജയമാണ് എന്നാണോ താങ്കൾ പറയുക? അല്ലാതെ ഇതൊരു രാഷ്ട്രീയ വിജയമാണ് എന്ന അഭിപ്രായം താങ്കൾക്കില്ലേ? അതായത് നമ്മൾ നേരത്തെ കിരൺ തുടങ്ങിയതുപോലെ നമ്മൾ വലിയ അപകടാവസ്ഥയിലൂടെ കടന്നുപോയി. ആ അപകടാവസ്ഥയിൽ നേതൃത്വം തന്ന ആളോടുള്ള ജനത്തിന്റെ ഒരു നന്ദി പ്രകടനം എന്ന നിലക്ക് മാത്രമേ കാണുന്നുള്ളൂ. രാഷ്ട്രീയമായിട്ട് അത്ര തന്നെ ബഹളം നിറഞ്ഞൊരു കാലമായിരുന്നല്ലോ ഇവിടെ. കേന്ദ്ര ഏജൻസികൾ വന്ന് വല്ലാത്തോതിൽ കറങ്ങി നടക്കുന്ന സമയം, വർഗീയതയുടെ അതിപ്രസരം നാട്ടിൽ വരുമോ എന്ന് ഭയപ്പെടുന്ന സമയം. അപ്പോൾ അവിടങ്ങളിലെല്ലാം ഇടപെട്ട ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ കൂടെ ഫലം രാഷ്ട്രീയമായ വിജയം എന്ന് കാണാൻ ആകുന്നതല്ലേ? അല്ല, ഇത് രണ്ട് തരത്തിലാണ് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത്. ഞാനിത് ഒന്ന് പറയാൻ ശ്രമിക്കാം. ഒന്ന്, തീർച്ചയായിട്ടും നമ്മളൊരു വലിയ അപകട കാലാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്, ദുരിതകാലത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 2 പ്രളയം, പിന്നീട് നിപ്പ, ഇതെല്ലാം കഴിഞ്ഞ് അതിനേക്കാൾ എല്ലാത്തിലും ഭയങ്കരമായ അപകടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോവിഡ്-19 മഹാമാരി വ്യാപിക്കുന്നു. ഈ ഘട്ടത്തിൽ സർക്കാർ ധീരമായ നേതൃത്വം കൊടുക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൂടാതെ സഹായ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ട് കിട്ടുന്നു. അതുപോലെ തദ്ദേശ നമ്മുടെ ഈ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിറ്റ് വിതരണം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. പാവപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സഹായ ഹസ്തമാണ്. അപ്പോൾ ഈ സർക്കാരിന് നമുക്ക് വിശ്വസിക്കാം എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടാകുന്നു. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. പലപ്പോഴും ഈ പ്രകൃതിക്ഷോഭങ്ങൾ അതാത് കാലത്ത് ഭരിക്കുന്ന സർക്കാരുകളുടെ പണി തീർത്ത് വിട്ടിട്ടുണ്ട്. 1999 അതിഭയങ്കരമായ കൊടുങ്കാറ്റ് ഒറീസയിലുണ്ടായി. അന്ന് JB പട്നായിക്കാണ് മുഖ്യമന്ത്രി. കോൺഗ്രസ് സർക്കാർ ഈ രംഗത്ത് പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു ദുരിതാശ്വാസത്തിൽ. അതിനുശേഷം ഇന്നേ തീയതി വരെ ഒറീസയിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല. പിന്നെ നമുക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയും. ഇപ്പോൾ സുനാമി ഉണ്ടായല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ സംവിധാനം വളരെ പരാജയപ്പെട്ടു. ആ സർക്കാരിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം ഈ 2004 ഡിസംബർ 26 ഉണ്ടായ സുനാമിയായിരുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കും സംഘത്തിനും വലിയ തിരിച്ചടി ഉണ്ടായി. ഇതൊക്കെ പലപ്പോഴും ബാധിക്കാറുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിട്ടാണ് ഭാവിച്ചത്. കാരണം സർക്കാർ ധീരമായ നിലപാട് സ്വീകരിക്കുന്നു, ജനങ്ങൾക്ക് സഹായഹസ്തം നീട്ടുന്നു എന്ന തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം ജനങ്ങളുടെ ഭാഗത്തുണ്ടായി. ഇതിൻ്റെ അർത്ഥം ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന എല്ലാ അഴിമതികളും ജനങ്ങൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ അഴിമതിയെല്ലാം തെറ്റാണ്, ജനങ്ങൾ തള്ളിക്കളിച്ചു എന്നാണ്. ഒരിക്കലും അല്ല. സ്വർണ്ണക്കടത്ത് ചെറിയ കാര്യമാണോ? അല്ല. സ്പ്രിംഗ്ലർ ചെറിയ കാര്യമാണോ? അതുമല്ല. ആഴക്കടൽ ഇപ്പോൾ അവസാനം മേടിച്ചുകൂട്ടിയമ്മയെ മാത്രമേ ആഴക്കടലിൽ ആദ്യമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, തീരപ്രദേശങ്ങളിൽ നിങ്ങൾ ആ വോട്ടിൻ്റെ കണക്കൊന്ന് നോക്കൂ.
മുകേഷ് എത്ര വോട്ടിനാണ് ജയിച്ചേക്കുന്നത്? അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ എത്ര വോട്ടിനാണ് തോറ്റിട്ടുള്ളത്? കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കണ്ടില്ല. ആ തീരപ്രദേശത്തൊക്കെ ഇത് വലിയ വിഷയമായിട്ടുണ്ട്. ശരി, തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ ശരിയാണ്. ചവറയിൽ ഷിബു ബേബി ജോൺ വിജയം ഏകദേശം ഉറപ്പിച്ചിരുന്നതാണ്. അങ്ങനെ UDF-നും നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവിടെയാണ് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടത്. തീരദേശ മേഖലയിലെ വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ട ഒരു നിയോജകമണ്ഡലം. കരുനാഗപ്പള്ളിയുടെ കാര്യം നേരെയാണ്. കരുനാഗപ്പള്ളിയിൽ വലിയ വിജയം CR മഹേഷ് നേടി. പക്ഷേ തൊട്ടപ്പുറത്ത് ഇതേ കരുനാഗപ്പള്ളി പോലെ തന്നെ തീരദേശ മേഖലയുള്ള ഏതാണ് കായംകുളത്ത്. കായംകുളത്ത് പക്ഷേ LDF ആണ് വിജയിച്ചത്. അപ്പോൾ ആ തീരദേശ മേഖലയിലെ വികാരം ആ തരത്തിലേക്ക് ബാധിച്ചു എന്ന് നമുക്ക് കണക്കാൻ കഴിയും. അല്ല, പലയിടത്തും പല രീതിയിലാണ് ബാധിച്ചത്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കളോടായിരുന്നു. അതായത് ഈ തീരപ്രദേശങ്ങളിലെ ജനവികാരം LDF-ന് എതിരെ മാത്രമല്ലല്ലോ വന്ന് വീണത് എന്ന് ചവറയെ ഉദാഹരിച്ച് പറയുകയായിരുന്നു കിരൺ ബാബു. അല്ല, ചവറയിൽ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയി. ഈ മുകേഷിൻ്റെ ഭൂരിപക്ഷം നോക്കും. കൊല്ലം ആണ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് നിന്നിരുന്നത്. കൊല്ലത്ത് പ്രത്യേകിച്ച് കൊല്ലം രൂപത ഇതുമായി ബന്ധപ്പെട്ട് ഇടയലേഖനം പ്രസിദ്ധീകരിച്ചു. മത്സ്യത്തൊഴിലാളികൾ വികാരപരമായിട്ട് ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായത്, മറ്റ് ജില്ലകളിൽ ഉണ്ടാകാതെ പോയത്. എറണാകുളം ജില്ലയുടെ തീരപ്രദേശത്ത് ഇത് വിഷയമായില്ല. തീരപ്രദേശത്തെ 2 മണ്ഡലങ്ങളും, ഒന്ന് കൊച്ചിയാണ്, മറ്റത് വൈപ്പിനാണ്. 2 സ്ഥലത്തും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. മാത്രമല്ല കൊച്ചിയിലൊക്കെ സ്ഥാനാർത്ഥികളുടെ വോട്ട് അതിൻ്റെ മെജോറിറ്റി വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതി തള്ളാൻ പറ്റുകയില്ല. മേഴ്സിക്കുട്ടിയമ്മ എന്തുകൊണ്ട് തോറ്റുപോയി, ഇതല്ലേ വിഷയം. ഇതല്ലാതെ വേറെ എന്ത് വിഷയമുള്ളൂ? അവരെ സംബന്ധിച്ച് വേറെ എന്ത് ആരോപണം ഉണ്ടായിരുന്നു, എന്ത് അപവാദം ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് പക്ഷേ ആ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഇതിനെ ഒതുക്കി നിർത്താൻ LDF-ന് സാധിച്ചു. ശരി, ആ നിലക്ക് പല ഘടകങ്ങളുണ്ട്. നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് CPM നേതാവ് ശ്രീ VPP മുസ്തഫ കൂടെ നമ്മോടൊപ്പം ചർച്ചയിലേക്ക് ചേരുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കിരൺ, ഇവിടെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങൾ രാഷ്ട്രീയമായിട്ടൊരു മുന്നണിയെ ഒരു നാട്ടിൽ നിന്ന് തകർത്ത് കളഞ്ഞതിന് ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹം ഒറീസയിലെ കാര്യം പറഞ്ഞല്ലോ. എന്നേക്കുമായിട്ട് കോൺഗ്രസ് അവിടെ ഇല്ലാതായി പോയത്രേ, പിന്നെ ഭരണത്തിലേക്കേ വന്നില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം പിണറായി വിജയൻ ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് ഒരർത്ഥത്തിലൊരു ഒരു നൂലിന്മേലുള്ള യാത്രയായിരുന്നു, മുടിനാരിന് മേലുള്ള യാത്രയായിരുന്നു. ഏറ്റവും വലിയ വിഷയം ദുരന്തങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പരാജയം, അത് സമ്പൂർണ്ണ പരാജയം, അല്ലെങ്കിൽ വിജയം, അത് സമ്പൂർണ്ണ വിജയം. ആ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. അന്നേരം വേറെ ആർക്കും മുൻപരിചയമില്ലാത്ത, കേരളത്തിൽ വന്ന പ്രളയമായാലും ഈ കോവിഡ് ആയാലും മുൻപരിചയമില്ല. അപ്പോൾ ഒരു റിസ്ക് എടുത്ത് ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം ശരിയാവണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നടപ്പാക്കാൻ ഭരണാധികാരി കഴിയണം. ഞാനിതോടൊപ്പം ഈ ശബരിമലയെ കൂടെ ചേർക്കും. അതായത് ഒരു രാഷ്ട്രീയമായ തീരുമാനം എടുക്കുക, അതിലങ്ങ് ഉറച്ചു നിൽക്കുക. അത് ശരിയായാലും തെറ്റായാലും അതിന് തിരിച്ചടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ധീരത കാണിച്ചിട്ടുണ്ട്. ആ ധീരതയ്ക്ക് കിട്ടിയൊരു ഫലം കൂടിയാണ് എന്ന് പറയാതെ ഈ ദിവസത്തെ വിലയിരുത്തൽ ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ VPP മുസ്തഫ, നാളെ മുതൽ നിശ്ചയമായിട്ടും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം പറയുന്ന ഒരു പോയിന്റ്, അത് കംപ്ലീറ്റ് ആയിട്ട് നിഷേധിക്കാൻ താങ്കളടക്കമുള്ള ആൾക്ക് സാധിക്കുകയുമില്ല. ഈ ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ, ജനാനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രളയകാലത്ത്, ഈ കോവിഡ് കാലത്തൊക്കെ ചെയ്തതിൻ്റെ എന്ന് വെച്ചാൽ ഈ കിറ്റ് കൊടുത്തതിൻ്റെ ഒരു ജനത്തിൻ്റെ സ്നേഹപ്രകടനമായിട്ട് വേണം ഇതിനെ കാണാൻ, ഈ തെരഞ്ഞെടുപ്പ് വിധിയെ കാണാനെന്ന് നിശ്ചയമായിട്ടും ഒരു വിലയിരുത്തൽ ഉണ്ടാകും. അത് പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ എടുക്കുകയാണോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിജയം എന്ന നിലക്ക് കൂടെ പരിശോധിക്കേണ്ടുന്ന വിഷയങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ശ്രീ VPP മുസ്തഫ, ഇത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇത് സത്യത്തിന്റെയും നേരിന്റെയും രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. ഇങ്ങനെ ഒരു വലിയ വിജയം ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ VPP മുസ്തഫയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു CPM-ന്റെ വിലയിരുത്തൽ. ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിലൊരു നേതാവിനെ കാണുന്നത്. അദ്ദേഹത്തിലേക്ക് പോകേണ്ടതായിരുന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കിരൺ, ഈ പലയിടങ്ങളിലുമുള്ള പരാജയമുണ്ടല്ലോ, നമുക്ക് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റാരൊക്കെയാണ് മറ്റതിഥികൾ കൂടെ നമ്മോടൊപ്പം? BJP നേതാവ് ശ്രീ B. രാധാകൃഷ്ണ മേനോൻ നമ്മോടൊപ്പം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കൾ ലൈവിൽ എത്തിയിട്ടില്ല എന്ന് കരുതിയാണ് ഞാൻ താങ്കളിലേക്ക് വരാൻ ഒരല്പം വൈകിയത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJPക്ക് സമ്പൂർണ്ണമായിട്ട് എന്തൊരു വിഷമം പിടിച്ചൊരു ദിവസമാണിന്ന്. അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് വിധി വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി ഉണ്ടായി. കേരളത്തിലാണെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വോട്ട്, ഒരു സീറ്റ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ. അക്കൗണ്ട് അപ്പാടെ പൂട്ടി സംസ്ഥാന അധ്യക്ഷന്റെ 2 മണ്ഡലങ്ങളിലും പരാജയം കൊടുത്ത് എത്രക്കൊരു ദുഃഖകരമായ ഒരവസ്ഥയിലേക്കാണ്, ഇത്ര ദുഃഖകരമായ ഒരവസ്ഥയിലേക്ക് BJP പ്രവർത്തകരെയും താങ്കളടക്കമുള്ള നേതാക്കളെയും തള്ളിവിട്ടത് എന്ത് രാഷ്ട്രീയമാണ്? അല്ല, അദ്ദേഹം പറയുന്നത് പോലെ എല്ലായിടത്തും BJPക്ക് ഒരു കനത്ത തിരിച്ചടി എന്നൊന്നും പറയുന്നത്, കാരണം ദേശീയ തലത്തിൽ
അങ്ങനെയുള്ള, കാരണം ബംഗാളിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നതിലേറെ മുന്നോട്ടാണല്ലോ പോയത്. ഭരണം കിട്ടിയില്ല, ഭരണം ലക്ഷ്യമില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ BJPക്ക് താൽക്കാലികമായി സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. BJP കേരളത്തിൽ ഒരിക്കലും സീറ്റിന്റെ ബലത്തിലുള്ള രാഷ്ട്രീയമല്ല ഒട്ടേറെ ദശാബ്ദമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തനം നടത്തി വരുന്നത്. നിയമസഭാ സീറ്റ് എന്ന് പറയുന്നത് BJPക്ക് കഴിഞ്ഞ ഒരു ടൈമിൽ മാത്രമാണ് നിയമസഭാ സീറ്റിന്റെ പ്രാതിനിധ്യവും ആനുകൂല്യവും ലഭിച്ചിട്ടുള്ളത് കേരളം. അപ്പൊ ഇതൊന്നുമില്ലാതെ തന്നെ ദശാബ്ദങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും ഒരുപോലെ എതിർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു സംഘടനാ സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലുള്ളത്. ആ ഒരു പിൻബലത്തിൽ ജനങ്ങളാണ് BJPയുടെ അടിത്തറ, പ്രവർത്തകരാണ് BJPയുടെ പിൻബലം. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ടാണ് BJP കേരളത്തിൽ ഇത്രയും കാലം പിടിച്ചു നിന്നത്, തുടർന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടതുപക്ഷ മുന്നണി അവര് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു തുടർ ഭരണം എന്നുള്ള നിലയിൽ ഒരു മുന്നണിക്ക് വരാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അവർക്ക് നൽകിയ അംഗീകാരമാണ്. ആ അംഗീകാരത്തെ വിനയത്തോടുകൂടി അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും BJP അവരെ അംഗീകരിക്കുന്നു, അവരുടെ വിജയത്തിന് അവരെ അനുമോദിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ നേരത്തെ ഇവിടെ PC തോമസ് സൂചിപ്പിച്ചതുപോലെ അവരെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. രാധാകൃഷ്ണൻ, ആ വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പക്ഷേ ശ്രീ രാധാകൃഷ്ണ മേനോൻ, എങ്ങനെയാണ് ഈ പാലക്കാട്ടടക്കം നല്ല മുന്നേറ്റമായിരുന്നല്ലോ, പാലക്കാട്ട് ഒരുപക്ഷെ നിയമം അങ്ങ് പോയാലും പാലക്കാട് കയ്യിൽ നിൽക്കും എന്ന തോന്നലുണ്ടായിരുന്നല്ലോ കുറേ നേരത്തേക്ക്. പാലക്കാട് എന്ത് സംഭവിച്ചിരിക്കണം? നല്ല നേതാവായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് വന്നത്, എന്ന് വെച്ചാൽ രാഷ്ട്രീയാതീതമായിട്ടുള്ള ബന്ധങ്ങളുള്ള സ്ഥാനാർത്ഥി അവിടെ വന്നു. അദ്ദേഹത്തോട് പൊതുവിൽ കേരള സമൂഹത്തിനാകെ തന്നെയും ആദരവുള്ളതാണ്. അവിടെ BJPയുടെ നല്ല ശക്തി കേന്ദ്രങ്ങളിലാണ് അടക്കം വോട്ട് വരേണ്ടതാണ്. ദേശീയ നേതൃത്വം തന്നെയും ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വോട്ടർമാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടും തോറ്റുപോയത് എന്തുകൊണ്ടായിരിക്കും? രണ്ട് മുന്നണിയും അവരെ പിന്തുണയ്ക്കുന്ന ശക്തികൾ, അതായത് ഈ ഇടതു വലത് മുന്നണികൾ തമ്മിൽ കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന ശക്തികളെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവം. അതൊരു രാഷ്ട്രീയം. ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ എതിർക്കുന്നവരാണ് ഇവരെല്ലാവരും. അപ്പൊ അവരുടെ ഈ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനും മാറി മാറി പിന്തുണയ്ക്കുന്ന BJPയെ എതിർക്കുന്ന ഒരു നിർണായകമായ ജനവിഭാഗം കേരളത്തിലുണ്ട്. അത് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ചില രാഷ്ട്രവിരുദ്ധ ശക്തികളുണ്ട്. പല രീതിയിലുള്ള അവരുടെ പിൻബലവുമായിട്ട് പല ശക്തികളുണ്ട്. അപ്പൊ അവരെല്ലാം ഒരുമിച്ച് ദേശീയ തലത്തിൽ BJPയുടെ വിജയത്തെ കേരളത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ കാലങ്ങളായിട്ട് നടത്തുന്ന പരിശ്രമം. തീർച്ചയായിട്ടും ഈ BJPയെ സംബന്ധിച്ച് ഇതുവരെയുള്ള ചരിത്രം, BJP എവിടെയെങ്കിലും അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ആ അക്കൗണ്ട് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി അക്കൗണ്ട് വികസിപ്പിച്ച് MLA-മാരുടെ എണ്ണം കിട്ടിയില്ലെങ്കിൽ മറ്റേത് രീതിയിലായാലും BJP ഭരണത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്യും. അതാണ് ഇന്ത്യയിലെ ആകെ ചരിത്രം. BJPയുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ അക്കൗണ്ട് തുറന്നൊരു സ്ഥലത്ത് അക്കൗണ്ട് പൂട്ടിപ്പോകുന്നത്. BJP ഇങ്ങനെ പിന്നോട്ട് നയിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ ഇത് കേരളമാണ് എന്ന് LDF പറയുന്നത്, അല്ലെങ്കിൽ UDF പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ BJPക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയാണ്. നിങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായ വലിയ തിരിച്ചടി. അത് മാത്രമല്ല, ഒരൊറ്റ കാര്യം കൂടെ അതോട് ചേർത്ത് കൊള്ളട്ടെ ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. ഒരിക്കൽ ജയിച്ചാൽ ആ അക്കൗണ്ട് വികസിപ്പിക്കുക എന്ന് മാത്രമല്ല, രാജ്യത്ത് തന്നെയും ഏറ്റവും മനോഹരമായ ഒരു വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു വിഷയം ശബരിമല വിഷയമായിട്ട് കൈവെള്ളയിൽ വന്ന് വീണ ഒരു സ്ഥലം കൂടിയാണ് കേരളം. എന്ന് വെച്ചാൽ ഇപ്പറഞ്ഞ അനുകൂല ഘടകങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ശബരിമല വിഷയവും ഉണ്ടായിരുന്നു, പക്ഷേ തോറ്റുപോയി, അക്കൗണ്ട് പൂട്ടി. എങ്ങനെയാണത്? BJPക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ട് 2 സീറ്റായ ചരിത്രമുണ്ട്. അവിടെ നിന്ന് ഭരണത്തിലേക്ക് ഉയർന്നു വന്ന പാർട്ടിയാണ് BJP. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും അതൊരു നഷ്ടം തന്നെയാണ്. അതേസമയം ആ ഒരു അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പിണറായിയാണ് ഇപ്പൊ വീണ്ടും വൻഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും പിണറായിയും അതേപോലെ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന UDF-ഉം ഒരുപോലെ ഉള്ള ഒരു അജണ്ട BJPയുടെ കേരളത്തിലെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നത് അവരുടെ സംയുക്ത അജണ്ടയായിരുന്നു. അവരെ ഇരുവരെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്ന ശക്തികൾ ഒരുമിച്ച് അതിന് കൂട്ടുനിന്നിട്ടുമുണ്ട്. അതിലൊക്കെ എന്ത് അത്ഭുതം പറയാനാണ്? അതിപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് കോൺഗ്രസിനകത്ത് തന്നെ ആളുകളെ അടർത്തിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന BJP ഇതിപ്പോൾ പ്രഖ്യാപിച്ച് പിണറായി വിജയൻ ഞങ്ങളുടെ അക്കൗണ്ട് പൂട്ടിക്കളഞ്ഞു എന്ന് പറയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ?
അല്ല, തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ വിജയമാണെന്നല്ലല്ലോ പറഞ്ഞത്. ഞങ്ങളുടെ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ പരാജയത്തിൽ നിന്നും അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യും. ബിജെപിക്ക് ഇത്രയേറെ അനുകൂലമായ സാഹചര്യമുള്ള ഒരു സംസ്ഥാനം, എല്ലാ തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. വി ശ്രീധരനെ പോലെ ഒരു വലിയ ക്യാച്ച് മറ്റേത് പാർട്ടിയും ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി. ശബരിമല പോലെ ഒരു വലിയ വിഷയം, വൈകാര്യമായ ഒരു വിഷയമടക്കം കിട്ടി. എന്നിട്ടും ഈ അക്കൗണ്ട് നിലനിർത്താൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ ബിജെപിയെ കേരളത്തിൽ നയിച്ചവരുടെ പരാജയം തന്നെയല്ലേ? അത് അംഗീകരിക്കണ്ടേ? അല്ല, സംഘടനാപരമായി ഉള്ള വീഴ്ചകളും ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിന്റെ അവതരണത്തിലുണ്ടായ വീഴ്ചകളും അതേപോലെ കേന്ദ്ര ഭരണത്തിന്റെ ഭരണ നേട്ടങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തിന്റെ വിജയവും പരാജയവും അടക്കം എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഭാവിയിൽ വിലയിരുത്താനും പരിശോധിക്കാനും എല്ലാം സംഘടന ബാധ്യസ്ഥമാണ്. പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് അതേക്കുറിച്ച് ചിന്തിച്ച് ഭാവി രൂപപ്പെടുത്തേണ്ടതുമാണ്. അതിനകത്ത് ആ നിലയിൽ അപ്പോഴും സാഹചര്യത്തെ വോട്ടാക്കേണ്ട നേതൃത്വത്തിന്റെ പരാജയത്തെ കുറിച്ച് താങ്കളൊന്നും പറയുന്നില്ല. അതെ, അതിലേക്ക് വരാം. കിരൺ ഒന്ന് ഞാൻ ഇടപെട്ടുകൊണ്ട് നമ്മുടെ VP മുസ്തഫ വന്നിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ ഇന്നിപ്പോൾ വിജയം ഉണ്ടായിട്ടുള്ള ആൾ. ശ്രീ VP മുസ്തഫ, എന്റെ നേരത്തെ ചോദ്യം ഈ ജനാനുകൂലമായിട്ടുള്ള അപകടകാലത്ത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത സർക്കാരിനോടുള്ള സ്നേഹപ്രകടനം എന്ന് കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ അതേക്കാൾ കൂടുതൽ രാഷ്ട്രീയം നിറഞ്ഞൊരു വിധിയാണ് ഈ വന്നിരിക്കുന്നത് എന്നാണോ CPM വിലയിരുത്തുക? അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുന്നത് കേൾക്കാനാകുന്നത്. ശ്രീ VP മുസ്തഫ, കേൾക്കാമോ? താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ഞാൻ നേരത്തെ ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ വിജയമാണ്. ഇന്ന് വൈകുന്നേരം ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ വിജയത്തിന്റെ തേരാളി, സാരഥി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ക്യാപ്റ്റൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പിണറായി വിജയൻ അതിൽ യാതൊരു തർക്കവുമില്ല. നീതിയുടെ സത്യത്തിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനത നൽകിയിട്ടുള്ള അംഗീകാരമാണ് ഈ വിജയം. വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിന്റെ ഭരണ സംവിധാനം അത് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. കേവലം കിറ്റ് കൊടുത്തതോ അല്ലെങ്കിൽ പ്രളയകാലത്തോ അല്ലെങ്കിൽ ദുരിതകാലത്തോ ജനങ്ങളെ ചേർത്തുപിടിച്ചതും നാടിനെ ഒന്നാകെ നയിച്ചതും മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം നവകേരളം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുകയായിരുന്നു. അത് വെറുതെ ആകാശത്തുനിന്ന് പൊട്ടി വീണ ഒരു ആകാശ കുസുമൊന്നുമല്ല. 1957 ആദ്യമായിട്ട് ഭരിക്കാൻ അവസരം കിട്ടിയ സന്ദർഭം തൊട്ട് കേരളത്തിലെ എല്ലാ LDF ഗവൺമെന്റിന്റെ കാലത്തും ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വികസന പരിപാടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് 57 ഭൂപരിഷ്കരണം, പൊതുവിദ്യാഭ്യാസം, പൊതുജനക്ഷേമം, പൊതു വിതരണ സമ്പ്രദായം എന്ന് തുടങ്ങിയിട്ട് ഓരോ സന്ദർഭത്തിൽ 96 എത്തിയപ്പോൾ ജനകീയാസൂത്രണം, 2006 എത്തിയപ്പോൾ സമഗ്ര വികസനം, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സന്ദർഭത്തിലും. അതിൽ 2016 ജനുവരിയിൽ, നിങ്ങൾ കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മിച്ചോ, 2016 മെയിലാണ് ഇലക്ഷൻ നടക്കുന്നത്, ഗവൺമെന്റ് വരുന്നത്. അതിനു മുമ്പ് 2016 ജനുവരി ആദ്യം AKG പഠന ഗവേഷണ കേന്ദ്രം കേരള പഠന കോൺഗ്രസിന്റെ 4ാം പതിപ്പ് സംഘടിപ്പിക്കുകയും കേരളത്തിലെ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം ഇടതുപക്ഷത്തിന്റെ അജണ്ട, കൃത്യമായ ഒരു പരിപാടി രൂപീകരിക്കുന്നു. അങ്ങനെയാണ് 21ാം നൂറ്റാണ്ടിലെ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നത്. ആ സമഗ്ര വികസനം 4 മിഷനുകൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ കേരളത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിധത്തിൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം, പൊതുജനാരോഗ്യ സംവിധാനം, ആർദ്രം മിഷൻ, അതുപോലെ ആളുകൾക്ക് ഭൂമിയും വീടുമെല്ലാം നൽകുന്ന ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ VP മുസ്തഫ. എനിക്ക് താങ്കൾ പറഞ്ഞ പോയിന്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കിരണും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതായത് അത് ഈ പറയുന്ന ജനാനുകൂലമായ തീരുമാനങ്ങൾ ഉടനടി എടുക്കുന്നതിൽ, ഏറ്റവും അപകടകാലത്ത് പോലും എടുക്കാൻ സാധിക്കുന്നതിൽ തങ്ങൾക്ക് 1957 തൊട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് മനോഹരമായി എനിക്കത് വ്യക്തമാവുകയും ചെയ്തു, എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകും. പക്ഷേ ശ്രീ VP മുസ്തഫ, ഈ വിജയത്തോടുകൂടി നിങ്ങൾ നേരിട്ട അഴിമതി ആരോപണങ്ങൾ അപ്പാടെ കടലിൽ ചെന്ന് വീണു എന്ന് വിചാരിക്കരുത് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ നേരത്തെ പറഞ്ഞു. ശ്രീ PC തോമസ് അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിലെ കേന്ദ്ര കഥാപാത്രമായ J. മേഴ്സിക്കുട്ടിയമ്മ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കുണ്ടറയിൽ പരാജയപ്പെട്ടു പോയി എന്നതാണ്. അതൊരു വസ്തുതയല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അനുകൂലമായിട്ടുള്ള വോട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഴിമതിക്കെതിരായിട്ടുള്ള വോട്ട്, എതിർ വോട്ടും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കപ്പെടില്ലേ? ഈ പറയുന്ന അഴിമതികളെല്ലാം ഇപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ശ്രീ PC തോമസ് ഉൾപ്പെടെ ഭാഗമായിട്ടുള്ള
NDA നേതൃത്വം നൽകുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊക്കെ ജയശങ്കറിനെ ഇപ്പോൾ NDAയുടെ ഭാഗമല്ല, അദ്ദേഹം ഇപ്പോൾ UDF-ന്റെ ഭാഗമാണ്. താങ്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിൽ അദ്ദേഹം അവസാന നിമിഷം PC തോമസ് പഴയയിടത്തേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം NDAയുടെ ഭാഗമല്ല, ഇപ്പോൾ UDF-ലാണ്, അങ്ങനെയല്ലേ? അതെ, അത് ഓർമ്മയിരുന്നില്ല. ഏതായാലും PC തോമസും ജയശങ്കറെല്ലാം കൂടിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഈ അഴിമതി ആരോപണങ്ങൾ പ്രഗത്ഭരായ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. നിയമപരമായിട്ട് അതിനെ നേരിടാം, രാഷ്ട്രീയമായിട്ടും അതിനെ നേരിടാം. പക്ഷെ നിങ്ങൾ ഈ കാണേണ്ടത് ഈ വിഷയങ്ങൾ 2 തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ടല്ലോ. 6 മാസം മുമ്പ് നടന്ന കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയായിരുന്നു BJP-യുടെ UDF-ന്റെ അവരെ സഹായിക്കുന്ന ജയശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ വാദം. അതിനെ എങ്ങനെയാണ് കേരളത്തിലെ ജനസമൂഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അത് പറട്ടെ. പക്ഷേ മേഴ്സിക്കുട്ടി അമ്മയുടെ തോൽവി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതോ ഈ ആഴക്കടൽ മത്സ്യബന്ധന വിഷയം കൊണ്ടാണെന്ന്? ഇവിടെ ഇപ്പൊ BJP-യുടെ പ്രതിനിധി BJP എന്തോ വലിയ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. 2016-ൽ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിൽ 20,000-ലേറെ വോട്ട് ലഭിച്ചിരുന്നു BJP-ക്ക്. പക്ഷെ ഇത്തവണ 6,000 വോട്ടേ ഉള്ളൂ. എവിടെ പോയി 14,000 വോട്ട്? സഖാവ് M. സ്വരാജ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. 2016-ൽ അവിടെ 29,000 വോട്ടുണ്ടായിരുന്നു BJP-ക്ക്. ഇത്തവണ ഡോക്ടർ K. രാധാകൃഷ്ണനെ പോലെ ഒരു പ്രഗത്ഭനെ മത്സരിപ്പിച്ചിട്ട് 16,000 വോട്ടേ തൃപ്പൂണിത്തുറയിൽ BJP-ക്കുള്ളൂ. അതാണ് പോയിന്റാണ് താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമാണത്. എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്കും ഒപ്പം തന്നെ മറ്റതിഥികളിലേക്ക് പോകണം. ശ്രീ B. രാധാകൃഷ്ണൻ നിശ്ചയമായിട്ടും മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമാണ് കിരൺ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും ഈ പറയുന്ന കണക്കും വസ്തുതയാണ്. അതായത് BJP-യുടെ വോട്ടിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതിലും വലിയ വ്യത്യാസവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയമായിട്ട് പരിഗണിക്കേണ്ടുന്ന വിശകലനം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണത്. അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, PC തോമസ്, കേരള കോൺഗ്രസ് M-ന്റെ നേതാവ്, ഒപ്പം ശ്രീ BPP മുസ്തഫ എന്നിവർ നമ്മോടൊപ്പം തുടരുകയാണ്. ചെറിയ ഇടവേളയിലേക്ക്.